ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവസ്ഥലിൽ കടന്നു വരാമല്ലോ. കർത്താവ് നമ്മോട് പിന്നെയും ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ഒരു ദൂത്, ആമേൻ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. നമുക്കറിയാം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ദൂതുകളും പ്രവചനങ്ങളും, ആമേൻ, ആഴമേറിയ വിടുതലുകളൊക്കെ നടന്ന ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ആമേൻ. ഈ 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനവും തുടർന്നുള്ള യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ ശുശ്രൂഷകളും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ഒരു പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം, 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കഷ്ടതയുടെ മധ്യേ ക്രിസ്തുവിൻ്റെ ജനനത്തിലും രാജ്യത്തിലും ഇരുന്ന് സന്തോഷിച്ച ആ സന്തോഷമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. 2 വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മേൽ അവരുടെ ഡംഭത്തെക്കുറിച്ചും, 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ 18-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ കപടഭക്തിയെക്കുറിച്ചും, 18-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അനുതാപത്തെക്കുറിച്ചും ഉള്ള ന്യായ വിധികൾ എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഓരോ തട്ടായി ഈ പുസ്തകത്തെ തിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും വെളിപ്പെടുകയാണ്. അപ്പോൾ തന്നെ നോക്കിയേ, 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്, ആമേൻ, ഇസ്രായേലുടെ മേൽ അവരുടെ ഡംഭത്തെക്കുറിച്ചും. അപ്പോൾ നോക്കൂ, ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്നതിന് തൊട്ട് മുൻപ് കർത്താവ് ചെയ്യുന്ന ചില ശുശ്രൂഷകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലത് നിവർത്തിയാകുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ജനനം പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാപ്രവാചകൻ. 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ആമേൻ. സ്തോത്രം. ആമേൻ. അപ്പോൾ നോക്കൂ, അപ്പോൾ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശു കർത്താവിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷയെക്കുറിച്ചും പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാപ്രവാചകൻ. അപ്പോൾ ഈ ഇരുട്ടിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇരുട്ടിൽ നടക്കുന്ന, അന്ധതമസ്സുള്ള ദേശത്ത് പാർക്കുന്ന ജനത്തിന് ഇതാ ഒരു പ്രകാശം വരാൻ പോകുകയാണ്. ആമേൻ. ഇരുളും മാറുന്ന, അല്ലെങ്കിൽ അന്ധതമസ് മാറുന്ന, അല്ലെങ്കിൽ ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയപ്പെടുന്ന സുദിനങ്ങൾ മുൻപിലുണ്ട് എന്നാണ് പ്രവാചകൻ അവിടെ വിളിച്ചു പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിന് മുൻപിൽ തന്നെ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു. ആമേൻ. അവിടെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയും, എന്നാൽ
കഷ്ടതയിലിരുന്ന് ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ ആമേൻ സ്തോത്രം സെബൂലിൻ ദേശത്തിനും നഫ്താലിൻ ദേശത്തിനും നോക്കിക്കേ. അപ്പോ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി ദേശത്തിൻ്റെ മേൽ ആമേൻ ശീതകാലത്ത് മൂടി നിൽക്കുന്ന മഞ്ഞുമല പോലെ ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഇനിയും അത് കുടുംബങ്ങളിലും തലമുറകളിലും വെളിപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആമേൻ സന്തോഷിപ്പാൻ വകയുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഇരുട്ടിൽ ആയിരിക്കുന്ന ജനത്തിന് വെളിച്ചം പകരാൻ ആമേൻ ആമേൻ ജനിച്ചിട്ടുണ്ട്. ആമേൻ്റെ പേരാണ് അത്ഭുത മന്ത്രി. സ്തോത്രം, ഹല്ലേലൂയ. 2, വീരനാം ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത്ഭുത മന്ത്രി, പിന്നാരാ? വീരനാം ദൈവം. അടുത്തെന്താണെന്നറിയാമോ? ആമേൻ, നിത്യ പിതാവ്. പ്രൈസ് ദി ലോർഡ്. അടുത്തെന്താണെന്നറിയാമോ? സമാധാന പ്രഭു. അപ്പോൾ എല്ലാ തലത്തിലും ആമേൻ നിറഞ്ഞു നിൽക്കപ്പെടുന്ന ആമേൻ സ്തോത്രം ഒരു അത്ഭുത പ്രജ ജനിക്കാൻ പോകുക എന്ന് വിളംബരം ചെയ്യാൻ ഒരു പ്രവാചകനെ ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. സ്തോത്രം. ആയിരക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിരുന്ന ഈ കാലഘട്ടങ്ങളിൽ അവിടെ തിരഞ്ഞെടുത്തത് യെശയ്യാ പ്രവാചകനെയാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകനെ തിരഞ്ഞെടുത്തിട്ട് ആമേൻ സ്തോത്രം അവിടെ വിളിച്ചു പറയുന്ന ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ നമുക്ക് ഒന്നുകൂടെ വിശദമായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 79-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നു, ആ ആമേൻ ആർത്തത കരുണയാൽ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആമേൻ. ആ ആർത്തത കരുണയാൽ. സ്തോത്രം. അപ്പോ ആ കരുണയുടെ നടുവിൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആമേൻ. അടുത്ത 80-ാമത്തെ വാക്യം പറയുന്നു, പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ ആമേൻ ആമേ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. സ്തോത്രം. അപ്പോ ദൈവത്തിൻ്റെ മഹത്വം അതിശക്തമായി വെളിപ്പെടുവാൻ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വത്തിന് തൊട്ട് മുൻപ് ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം എത്രത്തോളം കൃപാവരങ്ങൾ മുൻപിലോട്ട് വരുമോ അത്രത്തോളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരും. പക്ഷെ അവിടെയും ദൈവമക്കൾ വളരെ പ്രാർത്ഥനയിലും ആരാധനയിലും ആമേൻ മുമ്പിലോട്ട് പോകുമെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആമേൻ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുന്ന നിയോഗത്തിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രാർത്ഥനയിലും ആരാധനയിലുമായിരിക്കുന്ന ദൈവകുഞ്ഞിനോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രതിപാദിക്കുന്ന ആമേൻ ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആമേ സ്തോത്രം ആമേ ഏൽപ്പിക്കപ്പെട്ടും സമർപ്പിക്കപ്പെട്ടും ദൈവകരങ്ങളിലേക്ക് ആമേ സ്തോത്രം ഏൽപ്പിക്കപ്പെടുന്ന ദൈവകുഞ്ഞെ, നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ആമേ സ്തോത്രം, നിങ്ങൾ മുമ്പിൽ എന്തായിരുന്നു? ഇരുളിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എബേസ്യർ ലേഖനം ആമേൻ അപ്പോസ്തലനായ പൗലോസ് എബേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എബേസ്യർ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 5-8 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രവൃത്തി അവിടെ കാണുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മുമ്പിൽ ആരായിരുന്നു? രക്ഷിക്കപ്പെടും മുമ്പ്, സ്നാനപ്പെടും മുമ്പ്, പരിശുദ്ധാത്മാവ് പ്രാപിക്കും മുമ്പ് ആരായിരുന്നു? ഇരുളിൽ കിടന്നവരാ, ആമേ സൗന്ദര്യമില്ലാത്തവരാ,
എന്നാൽ കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കണ്ടോ? അപ്പോൾ എന്തായിരിക്കുന്നു? കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തുള്ള സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. മറന്നു പോകരുത് കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളോടും സംസാരിക്കുന്ന, ഇടപെടുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ആമേൻ, കർത്താവിൽ വെളിച്ചമാകുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നോക്കൂ, ആമേൻ, ഇരുട്ടിൻ്റെ ആമേൻ നിഷ്പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. ആമേൻ, സ്തോത്രം. അവയെ ശാസിക്കുക, അത്രേ വേണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില ഇരുട്ടിൻ്റെ ശക്തികളെ എന്ത് ചെയ്യണം? ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ആത്മാവിൽ ഇന്ന് പകൽക്കാലം ശാസിക്കണം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർത്തുന്നത്, ആമേൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ആമേൻ ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറയുന്ന ദൂതുകൾ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമാണെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ചത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ആമേൻ ലഭിച്ചു. ഹല്ലേലൂയ, ആമേൻ. ദൈവപൈതലേ, ആമേൻ, അവൻ്റെ മേൽ മാത്രമാണ് ആധിപത്യം ദൈവം നൽകിക്കൊടുത്തത്. സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നമ്മുടെ കുറവുകൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ബലഹീനതകളൊക്കെ ആമേൻ കണക്കിടാതെ നമ്മെ പിന്നെയും പിന്നെയും ചേർത്ത് പിടിക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാ. നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞ്, നമ്മുടെ വേദനകൾക്ക് വിരാമം കുറിച്ച്, നമ്മുടെ ആമേൻ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആമേൻ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ ഏതാവശ്യമാണോ സാധിപ്പിച്ചു തരാത്തത് ദൈവം, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ നമ്മുടെ കർത്താവ് മതിയായവൻ എന്ന് ആമേൻ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, അതിനകത്തൊരു റിസൾട്ട് ഇന്ന് പകൽക്കാലം വെളിപ്പെടും. വലിയൊരു നിയോഗത്തിൽ കൂടെ സഞ്ചരിപ്പിക്കുന്ന ഒരു പകൽ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് കേൾപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണം. അടിയനോടും പിന്നെയും സംസാരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ. സ്തോത്രം.